സിൽവർ ലൈനിനെ സപ്പോർട്ട് ചെയ്തൊരു ആളാണ് ഞാൻ, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അത് ഈ പ്രോജക്റ്റിനെ പൂർണ്ണമായിട്ടും പഠിച്ച് പൂർണ്ണമായിട്ടും പരിസ്ഥിതി നാശമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമല്ല, പക്ഷേ ആ മിനിമൽ പരിസ്ഥിതി നാശത്തോടെ ഒരു ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടും ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് ഓൾമോസ്റ്റ് certain ആയതുകൊണ്ട് at some point of time it may happen in 2030, 2040, 2050, but a high speed rail connectivity in Kerala will happen for sure. And then അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ എക്കണോമിക്കായിട്ടും സോഷ്യലായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുകൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫുട് പ്രിൻറ്റ് പരമാവധി കുറയ്ക്കണം, അതുകൊണ്ട് നഷ്ടം പറ്റുന്ന ആളുകൾക്ക് സൊസൈറ്റി വേണ്ട തരത്തിൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വ്യൂ ആ വിഷയത്തിൽ. ഞങ്ങളുടെ UN ഹൈപ്പോസിസ് പറഞ്ഞാൽ there are no natural disasters എന്നുള്ളതാണ്. നാച്ചുറൽ ഹസാർഡ്സും ഉണ്ട്. ഇപ്പോൾ മഴ എന്ന് പറയുന്ന ഒരു ഹസാർഡാണ്. മഴയെ വെള്ളപ്പൊക്കമാക്കുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. ഈ വെള്ളം പൊങ്ങുന്ന സ്ഥലത്ത് മനുഷ്യൻ വീടോ റെയിൽവേയോ എയർപോർട്ടോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണ് വെള്ളപ്പൊക്കത്തെ ഒരു വിഷയമാക്കുന്നത്. വെള്ളം പൊങ്ങുന്നതല്ല വിഷയം. വെള്ളം പൊങ്ങുന്നിടത്ത് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. ഭൂമി കുലുക്കം എന്ന് പറയുന്നൊരു പ്രകൃതിയുടെ ഒരു ഹസാർഡാണ്. ഭൂമി കുലുങ്ങുന്ന സ്ഥലത്ത് വീട് വയ്ക്കുന്നതും ഭൂമി കുലുങ്ങിയാൽ പൊളിയുന്ന തരത്തിൽ വീട് വയ്ക്കുന്നതുമാണ് അതിനൊരു ഡിസാസ്റ്ററാക്കി മാറ്റുന്നത്. ഓൾമോസ്റ്റ് ഓൾ ഡിസാസ്റ്റേഴ്സ് നമുക്കത് ആ തരത്തിൽ എവിടെയാണ് നമുക്ക് കൺട്രോൾ ഉള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് നാച്ചുറലായിട്ടുള്ള ഹസാർഡ്സും മനുഷ്യൻ ഉണ്ടാക്കി വെച്ച വൾണറബിലിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനിൽ കൂടിയാണ് ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്. അത് പ്രകൃതിയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കേരളത്തിൽ മഴയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിന് പ്രത്യേകമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഹൈ ഇൻറ്റൻസിറ്റി റെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ എറണാകുളം നഗരത്തിൽ എവിടെ ഇനി കെട്ടിടങ്ങൾ പണിയണമെന്നും ഇപ്പോൾ ഉള്ള കെട്ടിടങ്ങൾ എവിടെ നിന്നെല്ലാം മാറ്റണമെന്നുള്ള തീരുമാനം ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യാനുള്ള ശാസ്ത്രബോധം നമുക്കുണ്ട്. ഇത് ചെയ്യാനുള്ള സാമൂഹികമായിട്ടുള്ള സ്പേസ് നമുക്ക് തൽക്കാലമില്ല. അവിടെയാണ് മാധ്യമങ്ങളുടെ റോള് വരുന്നത്. ഡെവലപ്മെന്റും ബാലൻസ് ഉണ്ട്. നമ്മളിപ്പം ഗവൺമെന്റ് പല പ്രോജക്ട്സ് സിൽവർ ലൈൻ പ്രോജക്ട്സ്, അതെ, അല്ലെങ്കിൽ പിന്നെ വയനാട് ടണൽ പ്രോജക്ട്, അതെ, ഇതൊക്കെ അഫക്ടിങ് ദി നമ്മുടെ ഒരു എൻവയൺമെന്റ്. അത് നമുക്ക് പാടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തമാണ്. അതോ ഇറ്റ് ക്യാൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എങ്ങനെയാണ് സാർ? ഏതൊരു ആക്ടിവിറ്റിക്കും, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി ആണെങ്കിലും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണെങ്കിലും ഇതിനെല്ലാം ഒരു എൻവയോൺമെൻറ്റൽ ഫുട് പ്രിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ കൃഷിസ്ഥലം എന്ന് പറയുന്നത് ഒരു കാലത്ത് കാടായിരുന്നല്ലോ, അല്ലെങ്കിൽ തടാകമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ കാര്യങ്ങൾക്ക് മാത്രമല്ല പഴയ കാര്യങ്ങൾക്കും ലാൻഡ് കൺവേർട്ട് ചെയ്യുന്നു, അതിനൊരു ഫുട് പ്രിൻ്റ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആക്ച്വലി എക്സേർട്ട് എ ഫുട് പ്രിൻ്റ്. ആൻഡ് the more we consume, നമുക്ക് കൂടുതൽ ഫുട് പ്രിൻറ്റ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇൻക്ലൂഡിങ് ഇൻ കേരള എന്താണ് സംഭവിക്കുന്നത് പറയുകയാണെങ്കിൽ, പണ്ട് നമ്മളുടെ എക്സിസ്റ്റൻസിൻ്റെ ഫുട് പ്രിൻറ്റ് നമ്മളുടെ ചുറ്റും തന്നെയായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന പാടം നമ്മളുടെ വീടിന് മുമ്പിലായിരുന്നു. ഇന്ന് ആ പാടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആന്ധ്രയിലായിരിക്കാം, ഒരുപക്ഷെ ഓസ്ട്രേലിയയിലായിരിക്കാം. നമ്മളുടെ ഇപ്പോൾ കേരളത്തിലേക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പൊക്കെ വരുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലാൻഡ് ഫുട് പ്രിൻറ്റ് ഹാപ്പനിങ് സംവെയർ എൽസ്. അപ്പോൾ എൻവയോൺമെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും. സിൽവർ ലൈൻ ആണെങ്കിലും ടണലാണെങ്കിലും അതിനെല്ലാം ഒരു എൻവയോൺമെൻറ്റൽ ഫുട് പ്രിൻ്റ് ഉണ്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? അതിന് ഉണ്ടാകുന്ന പരിസ്ഥിതിയുടെ നാശം അല്ലെങ്കിൽ നഷ്ടം എത്രമാത്രം കുറയ്ക്കാനായിട്ട് സാധിക്കും? ഏറ്റവും മിനിമലായിട്ട് പരിസ്ഥിതി ഡാമേജോടെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ആ മിനിമൽ ഡാമേജോടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്കുണ്ടാകുന്ന ലാഭവുമായിട്ട് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അത് കോസ്റ്റ് ബെനിഫിറ്റ് ആണോ സോഷ്യലി സ്പീക്കിംഗ്? മൂന്നാമത്തെ ചോദ്യം, ഇത് സോഷ്യലി, പക്ഷേ ലോക്കലി അവിടെ ഒരു വീടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടം വരുന്നു. ആ നഷ്ടം കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നഷ്ടം സഹിക്കുന്നവർക്കും ലാഭം കിട്ടുന്നത് മൊത്തം സമൂഹത്തിനുമാണ്. അപ്പോൾ മൊത്തം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ അഫക്റ്റ് ചെയ്ത ആളുകൾക്ക് ഉള്ള സഹായം, റിഹാബിലിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാം ഉണ്ടായത്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട്
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തണ്ണീർത്തടങ്ങൾ അത് മാറ്റിയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കുണ്ടായിരുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ആ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ബന്ധങ്ങൾ മാറി. ഇപ്പോൾ തന്നെ ഈവൻ ആഫ്റ്റർ ദാറ്റ് ലാൻഡ് പ്രൈസ് കൂടിയതോടെ അവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾ ആ സ്ഥലം വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മളുടെ അയൽ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പോകുന്നു. അപ്പോൾ ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്. നമുക്ക് 2018 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും നമുക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. നമ്മുടെ സ്റ്റഡീസ് പറയുന്നുണ്ട് 13% ഓഫ് ദ up to 15, yeah. 30% കൂടുതൽ സ്ലോപ്പ് ഏരിയയിൽ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹെവി റെയിൻഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഡിസാസ്റ്റർ കഴിഞ്ഞ ഇതിൽ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഉണ്ടായ വിമർശനം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻഡ് എന്ന് പറഞ്ഞിട്ട് വിമർശനം ഉണ്ടായത്. ഇത് എങ്ങനെയാണ്? The challenge is, first of all, landslide, unlike floods, is not very easily predictable. I'm sorry. മണ്ണിടിച്ചിൽ, ലാൻഡ്സ്ലൈഡ്, ഡെബ്രി ഫ്ലോ, ഉരുൾപൊട്ടലെല്ലാം വെള്ളപ്പൊക്കം പോലെ അത്ര ഈസിലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഡിസാസ്റ്റർ അല്ല. അതതിൻ്റെ ഒരു നേച്ചറാണ്. ലോകത്ത് എവിടെയാണെങ്കിലും സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തേത് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷർ, അതായത് അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളെന്ന് പറയുന്നത് ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു, സ്വിറ്റ്സർലാൻഡിൽ ബ്രിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹില്ലിൽ ഇതുപോലെ ഒരു ഡെബ്രി ഫ്ലോ ഉണ്ടാവുമെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്തു. അവരാളുകളോട് മൂവ് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് ആ ഡെബ്രി ഫ്ലോ ഉണ്ടാവുന്നത്. അല്ല, 1 മാസം കഴിഞ്ഞിട്ടാണ് ഡെബ്രി ഫ്ലോ ഉണ്ടാകുന്നത്. 3 മാസം കഴിഞ്ഞിട്ടാണ് ആളുകൾക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റുന്നത്. നമ്മളുടെ ഈ 13% ഏരിയയിൽ ഓരോ മഴക്കാലത്തും 48 മണിക്കൂർ മഴ ഉണ്ടാകുമ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് സാധാരണഗതിയിൽ ചെയ്യാനായിട്ട് തയ്യാറാവില്ല. ഈ ഏരിയ വളറബിളാണ്. ആളുകൾ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് മാറി താമസിക്കുന്നു. കേരളത്തിന് പുനർഗേഹം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. കോസ്റ്റൽ ഏരിയയിലാണെങ്കിലും മലയിലാണെങ്കിലും വളറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കും എന്നുണ്ട്. പക്ഷേ ആ കോമ്പൻസേഷൻ പലപ്പോഴും ഒരു ഇക്വലൻറ്റ് ടു ദ ലാൻഡ് വാല്യൂ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഞാൻ പറയുന്ന പോയിന്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് അവയർനെസ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റി ആസ് എ ഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ ഇനിയും അത്ര വേണ്ടത്ര ഇവോൾവ് ചെയ്തിട്ടില്ല. പാർട്ട്ലി നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഫൈനാൻഷ്യൽ കൺസേൺ, ലാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് മാത്രമല്ല, നമ്മളുടെ ഇൻഷുറൻസും ബാങ്ക് ഡെപ്പോസിറ്റും നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇതെല്ലാം നമ്മളുടെ ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയുടെ വിലയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കുറവ് നമ്മളൊരു സൊസൈറ്റി ഈസ് നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ്. നമ്മളുടെ പല ഡിസാസ്റ്ററിൻ്റെയും അടിസ്ഥാനപരമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ലാൻഡ് യൂസിൻ്റെ കാര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ വേണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. നമുക്കൊരു AI ബേസ്ഡ് പ്രഡിക്റ്റീവ് മോഡൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വെച്ചിട്ടുള്ള ടൂൾസ് അവിടെ വയ്ക്കാം. അതെല്ലാം നമുക്ക്, അല്ലെങ്കിൽ എല്ലാ വില്ലേജിലും നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ട് കൊടുക്കാം. ഇതിനെല്ലാം ഐ തിങ്ക് എവരി വൺ വിൽ ബി സപ്പോർട്ടീവ്. പക്ഷേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡിസാസ്റ്റർ റിഡക്ഷൻ വേണ്ടിയിട്ട് ലാൻഡ് യൂസിൽ എന്തെങ്കിലും കൺട്രോൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും അതിന് പ്രിപ്പയർഡ് അല്ല. ഇത് ഐ തിങ്ക് വി ഹാവ് ടു അക്സെപ്റ്റ് അഡ്രസ് ദിസ് ആസ് എ ഓൾ ഓഫ് സൊസൈറ്റി ഇഷ്യൂ ആൻഡ് നോട്ട് ജസ്റ്റ് എ സെക്ടറൽ ഇഷ്യൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഈ വയനാട്ടിലെ ഇപ്പോഴത്തെ ഒരു റിഹാബിലിറ്റേഷൻ ഒരു പോളിസി വന്നില്ല. ഇപ്പോൾ അവിടെ ഒരു ടൗൺഷിപ്പ്, 2 ടൗൺഷിപ്പുകൾ വിക്ടിംസിനെ എല്ലാം അവിടെ കൊണ്ട് താമസിപ്പിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവരെല്ലാം കൃഷി ചെയ്ത് ജീവിച്ച് പല ഭാഗത്ത് അവരെല്ലാവരും ഇവിടെ ഒരു ലിമിറ്റ് 5 സെന്റ് സ്ഥലം കൊടുത്ത് ഒരിടത്ത് അവരെ നിർത്തുമ്പോൾ അവരുടെ ലൈവ്ലിഹുഡ് ഒരു ഇഷ്യൂ അല്ലേ? ഹൗ ക്യാൻ ഇറ്റ് ബി അഡ്ജസ്റ്റ്? തീർച്ചയായിട്ടും ഇത് നമ്മളൊരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഒരു ബെസ്റ്റ് ഓഫ് ദി പോസിബിൾ ഓപ്ഷൻസ് എന്നുള്ള തരത്തിൽ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഐഡിയൽ ഓപ്ഷൻ വുഡ് ബി വാട്ട്? ഈ ആളുകൾക്ക് ഡിസാസ്റ്റർ റിസ്ക് ഇല്ലാത്തതും അവരുടെ ലൈവ്ലിഹുഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതായിരിക്കും.
പക്ഷെ അങ്ങനെ ഒരു സ്ഥലം പ്രോബ്ലി അവൈലബിൾ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഡിസാസ്റ്റർ ഇല്ലാത്തൊരു സ്ഥലം, പക്ഷെ അവർക്ക് ന്യൂ ലൈവ്ലിഹുഡ് നമ്മളവരെ പരിശീലിപ്പിക്കുക എന്നൊരു എഫേർട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എഫേർട്ടാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്നത്. മറ്റേ ഒന്നാമത്തെ ഓപ്ഷൻ അവൈലബിൾ അല്ലാത്തടത്തോളം കാലം ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ.